പൊന്നിൻ ചിങ്ങമാസത്തിലെ കാർഷിക വിളവെടുപ്പിൻ്റെ ഭാഗമായി എൻ്റെ വീട്ടിൽ നടന്ന മുളക് കൃഷിയുടെ വിളവെടുപ്പ്. തിരുവോണം അടുപ്പിച്ച് വിളവെടുക്കാൻ നിർത്തിയിരുന്ന മുളക് വീരന്മാർ തിരുവോണ വിളവെടുപ്പിന് മുന്നേ തന്നെ പഴുത്തു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തിരുവോണം വരെ നിൽക്കാൻ അനുവദിക്കാതെ അവയെല്ലാം അടർത്തിയെടുത്തു. 2 തരത്തിലുള്ള മുളക് കിട്ടി. എരിരാജൻ ഉണ്ടമുളകും പിന്നെ സാധാരണ നമ്മുടെ പച്ചക്കറിയിലൊക്കെ കാണുന്ന സാദാ പച്ചമുളകും. എരിയുടെ കാര്യത്തിൽ കേമനാണിവൻ. പക്ഷേ ചമ്മന്തിക്കും മീൻകറിക്കും ഒക്കെ മാറ്റിക്കൂട്ടാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ ബാക്കി മുളക്. എന്നാൽ നമ്മുടെ സാദാ പച്ചമുളകോ പാവം, എല്ലാ കറികൾക്കും പാകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ അടുക്കളയിലേക്കൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് തന്നെ ഉപയോഗിക്കണം. ഒരു തൈ മുളക് നട്ടാൽ മതിയല്ലോ. നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് അപ്പോൾ നമുക്ക് കിട്ടും. കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ നല്ല ശുദ്ധമായ മുളക് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നട്ടു വളർത്താം. അപ്പോൾ വിളവെടുപ്പ് ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇവരെല്ലാം നമുക്ക് സൂക്ഷിച്ച് വെക്കണ്ടേ. ഇപ്പോൾ ഒരു പോളിത്തീൻ ബാഗിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.